വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമുക്കുണ്ടാകുന്ന ഇതൊരു പ്രഗ്നൻസി ലക്ഷണമാണോ എന്ന് നിങ്ങൾ തന്നെ വിചാരിക്കുന്ന ഒരു ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാം. നമ്മുടെ ചാനലിൽ ടെലഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ജോയിൻ ബട്ടൺ ഇനേബിൾ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ടെലഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ചാനൽ കയറി നോക്കി യൂട്യൂബിൽ ഡിജോസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തതിന് ശേഷം ചാനലിൻ്റെ ഐക്കൺ വരും. അതിൽ സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടപ്പുറത്തായിട്ട് ജോയിൻ ബട്ടൺ, ഒരു സ്റ്റാർ പോലുള്ളൊരു ബട്ടൺ ഇനേബിൾ ആക്കി ഇട്ടിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ടെലഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 159 രൂപയ്ക്കും 89 രൂപയ്ക്കും മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ടെലഗ്രാം അക്കൗണ്ടിന്റെ ബെനിഫിറ്റ്സ് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോംപ്റ്റ് ആയിട്ടുള്ള റിപ്ലൈ, അതായത് കമന്റ്സ് ഇടുമ്പോൾ തന്നെ വാട്സാപ്പ് പോലെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുവാണല്ലോ, അപ്പോൾ പ്രോംപ്റ്റ് ആയിട്ടുള്ള റിപ്ലൈ ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റിപ്പോർട്ട്സോ വോയിസ് കോളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ ജനുവരി മുതൽ നമ്മളൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ എക്സസൈസ് ചെയ്യുന്നില്ലെങ്കിൽ ഓവുലേഷൻ ടൈം ആണോ ഇതൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തന്നിട്ട് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സപ്പോർട്ട് കൊടുക്കുക, എന്തെല്ലാം എക്സസൈസ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരിക, എന്തെല്ലാം ഫുഡ് ഐറ്റംസ് ആഫ്റ്റർ ഓവുലേഷനും ബിഫോർ ഓവുലേഷനും എടുക്കണമെന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പറഞ്ഞു തരിക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ടെലഗ്രാം അക്കൗണ്ടിന്റെ മെമ്പർഷിപ്പ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം വീണ്ടും നിങ്ങൾ ചാനലിൽ കയറിയിട്ട് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മെമ്പേഴ്സ് ഓൺലി ആയിട്ടുള്ള പോസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നോക്കി നിങ്ങൾക്ക് അവൈലബിൾ ആക്കാവുന്നതാണ്. ഡയറക്റ്റ് ടെലഗ്രാം ലിങ്കിലോട്ട് നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കുന്ന ഏറ്റവും കോമൺ ആയിട്ടുണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണമാണ് നമുക്ക് മുതുക് വേദന ഉണ്ടാകുന്നത്. നമ്മുടെ അപ്പർ ബാക്ക് പോർഷനിൽ മുതുക് വേദന നമുക്ക് അനുഭവപ്പെടുന്നത് പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് പലർക്കും തന്നെ ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ്. ഞാൻ ഈ പറയുന്ന ലക്ഷണം ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം ഒരുപാട് പേർക്ക് നമ്മൾ പറയത്തക്ക രീതിക്കുള്ള യാതൊരു തരത്തിലുള്ളൊരു പ്രഗ്നൻസി ലക്ഷണവും ഉണ്ടാവാറില്ല. അതുപോലെ ചെറുതായിട്ട് ബ്ലീഡിങ് ഉണ്ടായിട്ടും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഈ പറയുന്ന ലക്ഷണം ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ പോകുന്ന രക്തത്തിൻ്റെ അളവ് എത്രത്തോളമാണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ മോണിറ്റർ ചെയ്യണം കേട്ടോ. പോകുന്ന രക്തം ബ്ലീഡിങ് വളരെയധികം കുറവാണെങ്കിൽ അപ്പോഴും നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് പോസിറ്റീവ് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം കേട്ടോ. എന്തുകൊണ്ടൊക്കെയാണ് നിങ്ങൾക്ക് മുതുക് വേദന ഉണ്ടാകുന്നതെന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തെ ഒരു റീസണാണ് ഗ്യാസ് ഇഷ്യൂസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് ദഹിക്കുന്നില്ല, വയറിൽ തന്നെ തിങ്ങി നിൽക്കുന്നത് പോലുള്ള ഒരു അസ്വസ്ഥത നിങ്ങൾക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ, വയറിലൊരു പ്രകമ്പനം പോലുള്ള ഒരു കണ്ടീഷൻ, ദഹിക്കാത്തത് പോലുള്ള കണ്ടീഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു ഹെവിനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമ്പോൾ ബാക്ക് പോർഷനിലും അപ്പർ ബാക്ക് പോർഷനിലും നിങ്ങൾക്ക് മുതുക് വേദന ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. രണ്ടാമത്തെ റീസണാണ് റിലാക്സിൻ ഹോർമോൺ എന്ന് പറയുന്നത്. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് മസിൽസും ലിഗമെന്റ്സും ഒക്കെ നന്നായിട്ട് സ്ട്രെച്ച് ആകാൻ വേണ്ടിയിട്ട് ശരീരത്തിൽ പ്രൊഡ്യൂസ് ആകുന്ന ഹോർമോണാണ് റിലാക്സിൻ എന്ന് പറയുന്നത്. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്തിന് മുൻപ് തന്നെ നമ്മുടെ ശരീരത്തിൽ റിലാക്സിൻ ഹോർമോൺ ഉണ്ടാകും. പക്ഷേ പോസിറ്റീവ് ആകുന്ന സമയത്ത് ഇതിന്റെ പ്രൊഡക്ഷൻ കുറച്ചും കൂടി ഇൻക്രീസ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ റിലാക്സിൻ ഹോർമോൺ നന്നായിട്ട് കൂടുന്നതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു വേദന, ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. മൂന്നാമത്തെ റീസണാണ് നിങ്ങൾ കിടക്കുന്നൊരു പൊസിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നതിന് മുൻപായിട്ട് ചിലപ്പോൾ കമിഴ്ന്ന് കിടക്കുന്നവരാണെങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞിട്ട് കമിഴ്ന്ന് കിടന്നു കഴിയുമ്പോൾ നമുക്കൊരു ഡിസ്കംഫർട്ട് ഉണ്ടാകും. വയറിൻ്റെ ഭാഗത്തോ മുതുകിൻ്റെ ഭാഗത്തോ ഒക്കെ ഈ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ കമിഴ്ന്ന് കിടക്കുന്നവരിലും അതുപോലെ ഒരു പൊസിഷനിൽ തന്നെ ചരിഞ്ഞ് ഒരുപാട് നേരം കിടക്കുന്നവരിലും മുതുക് വേദന ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഈ ഒരു കണ്ടീഷൻ കൊണ്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് വയറ് എക്സ്പാൻഡ് ആകുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രഗ്നൻസി ഒന്ന് കുറച്ചധികം മുൻപോട്ടേക്ക് പോകുമ്പോൾ ഒരു 3 മാസമൊക്കെ കഴിയുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ വയറ് നന്നായിട്ട് വലുതാവാനായിട്ട് തുടങ്ങും. ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കഴുത്തും ഷോൾഡറും വളയ്ക്കാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ ബോഡിയുടെ ഒരു ജസ്റ്റ് ആ ഒരു പോസ്റ്റർ അങ്ങനെ ആകാനായിട്ടുള്ള സിറ്റുവേഷൻസ് കൂടുതലാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുഞ്ഞ് വളരാനായിട്ട് തുടങ്ങുന്നതിനനുസരിച്ചിട്ട് ചുറ്റുമുള്ള അവയവങ്ങളിൽ വളരെയധികം പ്രഷർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നെർവ്സ് വന്ന് എൻഡ് ആകുന്ന ഒരു പോർഷൻ ആയതുകൊണ്ടും കൂടി നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ ഭയങ്കര ബുദ്ധിമുട്ട് കൂടുതലായിട്ടും അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. അടുത്തൊരു റീസൺ ആണ് നമ്മുടെ വയറ് ഗ്രോ ആവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടുതൽ ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട്. ഇത് ബാക്ക് പെയിൻ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്നതിനുള്ള ഒരു റീസൺ ആണ് കേട്ടോ.
ഏഴാമത്തെ ഒരു ഫാക്ടറാണ് നമ്മളിൽ ഉണ്ടാകുന്ന ബ്രസ്റ്റ് സൈസിലെ വ്യത്യാസം. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് കുഞ്ഞിനെ ഫീഡ് ചെയ്യാനായിട്ട് ബ്രസ്റ്റും കൂടി പ്രിപ്പയർ ആകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രസ്റ്റ് സൈസിലും വ്യത്യാസം ഉണ്ടാകാം. പെട്ടെന്നൊരു ദിവസം 32 നിന്ന് ആൾ 34 എത്തുക അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഗ്രാജുവലി ബ്രസ്റ്റിൻ്റെ ആ ഒരു സൈസിനും ഒക്കെ നല്ല വ്യത്യാസം ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ ബ്രസ്റ്റ് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ആ ഒരു ചുറ്റും അങ്ങോട്ടേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാ കംഫർട്ടബിൾ ആയിട്ടുള്ളതല്ല, പഴയ ബ്രാ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു വലിച്ചിൽ കൊണ്ടും നമ്മുടെ ആ ബ്രസ്റ്റിൻ്റെ ഒരു ബാൻഡ് കിടക്കുന്ന ഒരു പോർഷനിലൊക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്കംഫർട്ട് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തൊരു റീസണാണ് നമുക്കുണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടാകുമ്പോൾ, അതായത് കാൽസ്യത്തിൻ്റെ കുറവ്, മഗ്നീഷ്യത്തിൻ്റെ കുറവ്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ബോഡിയിൽ ഉണ്ടാകുന്ന സിറ്റുവേഷനിലും നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് തുടർച്ചയായിട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ശരിക്കും എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി സമയത്ത് എനിക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ ഒരു മുതുക് വേദന ഉണ്ടായിരുന്നു. ഒരുപാട് നേരം നിൽക്കാൻ പറ്റാത്ത രീതിക്കുള്ള ബുദ്ധിമുട്ടുകൾ. എന്നെ കിടക്കുന്ന സമയത്ത് ഒരു കംഫർട്ടായിട്ടുള്ളൊരു പൊസിഷൻ കിട്ടും, അങ്ങനെയും കിട്ടില്ല. ആ ഒരു അസ്വസ്ഥതയായിരുന്നു കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. ബാക്ക് പെയിൻ ഒന്നും എനിക്ക് ഒട്ടും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ മുതുകിൻ്റെ ഭാഗം ഒരു കട്ടുകഴപ്പ് പോലുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടേ ഇരിക്കും കേട്ടോ. എസ്പെഷ്യലി നമുക്ക് ഉണ്ടാകുന്നത് ആ ഷോൾഡറിൻ്റെ തൊട്ട് താഴെയുള്ളൊരു പോർഷനിലായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ബ്രസ്റ്റിൻ്റെ ആ ഒരു സ്ട്രിപ്പ് വരുന്നില്ല, അതിന് തൊട്ട് മുകളിലായിട്ടുള്ള പോർഷനിലും ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു അസ്വസ്ഥത നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നത് കൂടി കൊണ്ട് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതിനാൽ നിങ്ങൾ കഴിവതും പെയിൻ കില്ലേഴ്സ് ഒന്നും ഈ ഒരു സമയത്ത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. ഇനി ഈ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇത് ഓവർകം ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു സ്കാനിങ്ങിനൊക്കെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവ് ആയിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴോ ഡോക്ടറോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നോക്കാം. ഞാൻ എൻ്റെ ഡോക്ടറോട് പറഞ്ഞപ്പോൾ വിറ്റമിൻ ഇയുടെ മെഡിസിൻ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. നമുക്കിപ്പോൾ വിറ്റമിൻ ഇയുടെ കുറവ് മാത്രമല്ല, മഗ്നീഷ്യത്തിൻ്റെയും അതുപോലെ കാൽഷ്യത്തിൻ്റെയും ഒക്കെ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഡെഫിഷ്യൻസീസ് നിങ്ങൾക്ക് ബോഡിയിലുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സപ്ലിമെന്റ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ മാറിപ്പോയിക്കോളൂ കേട്ടോ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, നമ്മൾ ചെരുപ്പ് ധരിക്കുമ്പോഴും ശ്രദ്ധിക്കാം. പ്രഗ്നൻസി ആകുന്ന സമയത്തും പോസിറ്റീവ് കിട്ടുന്ന സിറ്റുവേഷൻസിലും ഒരിക്കലും നിങ്ങൾ ഹീൽസ് യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ഹീൽസ് ഹൈറ്റുള്ള ചെരുപ്പുകൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കാലിലൊരു വേദന ഉണ്ടാകുന്നതിനും അതിൻ്റെ ആ ഒരു റേഡിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു പെയിനും അസ്വസ്ഥതയൊക്കെ മുതുകിൻ്റെ ഭാഗത്തോട്ടും നന്നായിട്ട് ഉണ്ടാകാനായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യം ഒന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് കിടന്ന് ഉറങ്ങാനായിട്ട് നോക്കുക. കഴിവതും മലർന്ന് കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക കുറച്ച് ദിവസങ്ങളിലൊക്കെ. അതായത് നമുക്കിപ്പോൾ ഏർലി സ്റ്റേജിലൊക്കെ മലർന്ന് കിടക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. പക്ഷേ പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മണിക്കൂറുകളൊന്നും മലർന്ന് കിടക്കാനായിട്ട് പാടില്ല കേട്ടോ. അതുപോലെ നിങ്ങൾക്കിപ്പോൾ കിടക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ പ്രഗ്നൻസി പില്ലോസോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കിടക്കുന്ന മാട്രസ് പഴയതാണെങ്കിൽ അത് മാറ്റിയിട്ട് പുതിയതായിട്ട് നമുക്ക് വേദനയൊക്കെ റിഡ്യൂസ് ചെയ്യാനായിട്ടും കംഫർട്ടായിട്ടുള്ള സ്ലീപ്പ് തരുന്നതുമായിട്ടുള്ള മാട്രസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പെർഫെക്റ്റ് സൈസിലുള്ള ബ്രാ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങളുടെ സൈസ് സ്വിച്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ബോഡിക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കംഫർട്ട് ആയിട്ടുള്ള ബ്രാ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. നൈറ്റ് ടൈമിൽ കഴിവതും ടൈറ്റ് ആയിട്ടുള്ള ബ്രാസ് യൂസ് ചെയ്ത് കിടക്കാതിരിക്കാനായിട്ട് നോക്കുക. കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത്സ് ധരിക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഒരുപാട് സ്കിൻ ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്നതും അതുപോലെ നമ്മൾ കിടക്കുന്ന സമയത്താണെങ്കിലും ഇതൊക്കെ ഇട്ടിട്ട് വലിഞ്ഞു മുറുകെ നമ്മൾ കിടക്കുന്നതും ആ ഒരു ഉറക്കത്തിനെയും അതുപോലെ തന്നെ ആ ഒരു കണ്ടീഷൻ ഭയങ്കര വേഴ്സ് ആക്കാനായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കും. അപ്പോൾ കിടക്കുന്ന സമയത്ത് ഇപ്പോൾ നൈറ്റ് ഇട്ടിട്ടാണ് കിടക്കുന്നവരെങ്കിൽ കംഫർട്ട് ആയിട്ടുള്ള നല്ല ലൂസ് ആയിട്ടുള്ള നൈറ്റി ഒക്കെ ഇട്ടിട്ട് ഫ്രീ ആയിട്ട് കിടക്കാനായിട്ട് ശ്രദ്ധിക്കണം. പെർഫെക്റ്റ് ആയിട്ടുള്ള സൈസുള്ള ബ്രായും നിങ്ങൾ മേടിക്കണം കേട്ടോ. അത് നിങ്ങൾ അത്യാവശ്യം ചെസ്റ്റ് പോർഷൻ അളർന്നു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ബ്രായുടെ സൈസ് ഏകദേശം കിട്ടും. അതിനനുസരിച്ചിട്ടുള്ള സൈസിലുള്ള ബ്രാ മേടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മാക്സിമം സ്ട്രെസ് റിഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ചില സമയത്ത് പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷൻ നമ്മൾ തന്നെ അറിയാതെ ആൻസൈറ്റിയും സ്ട്രെസ്സും നമുക്ക് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സ് കൊണ്ട് ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് കൊണ്ടുമാണ് നമുക്ക് ഈ സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ കൂടാനായിട്ടുള്ള സിറ്റുവേഷൻസ്. ഇത് നമ്മൾ തന്നെ അറിയാതെ നാച്ചുറലി ഫോം ചെയ്യുന്ന ഒന്നാണ്. പക്ഷെ നമ്മൾ കരുതിക്കൂട്ടി തന്നെ ആലോചിച്ച് ഒരുപാട് കാര്യങ്ങൾ തിങ്ക് ചെയ്തിട്ടൊക്കെ സ്ട്രെസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. പ്രഗ്നൻസി സമയത്ത് കഴിവതും ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ കുറയ്ക്കുക. സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് അതിൽ നിന്നും ആ സിറ്റുവേഷനിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കാനായിട്ട് നോക്കുക. ഒറ്റയ്ക്കിരിക്കുന്ന സമയത്താണ് കഴിവതും നിങ്ങൾക്ക് ആ ഒരു സ്ട്രെസ് പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങൾ കഴിവതും ഒറ്റയ്ക്കിരിക്കാതിരിക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഉണ്ടാകുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും നല്ല നല്ല മൂവീസോ അല്ലെങ്കിൽ വെബ് സീരീസുകളോ ബുക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള രീതിക്ക്, പാട്ട് കേൾക്കുന്നവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള രീതിക്ക് നിങ്ങളുടെ മൈൻഡ് മാക്സിമം മാറ്റി വെക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കഴുത്ത് നേരെ വെക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് നമ്മളിങ്ങനെ കൂനുന്ന പോലെ നമുക്ക് തോന്നും. കഴുത്ത് കീഴ്പോട്ടേക്കും ഷോൾഡർ താഴ്ത്തിയും ഇരിക്കുന്നത് പോലെയുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാകും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത്. ഇത് ആ മുതുക് വേദനയുടെ ആ ഒരു തോത് ഇൻക്രീസ് ചെയ്യാനായിട്ട് കാരണമാകുള്ളൂ. അപ്പോൾ കഴിവതും നമ്മൾ ഇരിക്കുമ്പോഴും അതുപോലെ നിൽക്കുന്ന സമയത്താണെങ്കിലും ഷോൾഡർ നല്ലതുപോലെ ഉയർത്തിയിട്ട് കഴുത്ത് നേരെ വെച്ചിട്ട് ഫേസ് ചെയ്തിട്ട് സംസാരിക്കാനായിട്ടും അതുപോലെ തന്നെ കഴിവതും നിങ്ങൾ ഇരിക്കുന്ന സമയത്തും ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കണം കേട്ടോ.
കാലുവേദനയും നടുവേദനയൊക്കെ കൂടുതലുണ്ടാവുന്ന സമയത്ത് മഗ്നീഷ്യത്തിൻ്റെ കുറവ് ശരീരത്തിലുണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എപ്സം സോൾട്ട് ഉപയോഗിച്ചിട്ട് കാല് മുക്കി വെക്കുന്നത് നല്ലതാണ്. എപ്സം സോൾട്ടിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അത് കാലിൽ നമ്മൾ കുറച്ച് വെള്ളത്തിൽ അത് ഒഴിച്ചതിന് ശേഷം ചെറു ചൂടുവെള്ളം അതിലോട്ട് ഇട്ടിട്ട് കാല് മുക്കി വെക്കുന്നത് മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കുറയ്ക്കുന്നതിനും ഇതുപോലുള്ള ഡിസ്കംഫർട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. വേദന കൂടുന്നുണ്ടെങ്കിൽ ഡോക്ടറോട് പറയാനായിട്ട് നോക്കുക. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് വെരി സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം എംബ്രിയോയുടെ ഹെൽത്തി ആയിട്ടുള്ള ഫോർമേഷന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ ബോഡി നല്ലോണം അബ്സോർബ് ചെയ്തെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എംബ്രിയോയുടെ ഗ്രോത്തിനെ ബോഡി അബ്സോർബ് ചെയ്തെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടാവാനായിട്ടാണ് ചാൻസ്. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.